മാത്സിലെ പാഠഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കാം. ലെറ്റ്സ് ഡ്രോ. നമുക്ക് വരയ്ക്കാം. എന്തൊക്കെയാണ് നമുക്കിതിൽ വരയ്ക്കാനുള്ളത്? ട്രയാങ്കിൾസ് വരയ്ക്കാനുണ്ട്, സർക്കിൾസ് വരയ്ക്കാനുണ്ട്, റെക്റ്റാങ്കിൾസ് വരയ്ക്കാനുണ്ട്. അപ്പോൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. 3 ലൈൻസ് ജോയിൻ ചെയ്താൽ, 3 സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്താൽ, 3 വരകൾ കൂടിച്ചേർന്നാൽ അതിന് ട്രയാങ്കിൾ എന്ന് പറയാം. ട്രയാങ്കിൾ പലതരമുണ്ട്. അപ്പോൾ നിങ്ങളതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഒന്ന്, ഇതൊരു ട്രയാങ്കിളാണ്, അതുപോലെ ഇത് ട്രയാങ്കിളാണ്, ഈ കാക്കയുടെ ഈ ഒരു ബേർഡിൻ്റെ ചിറക് ട്രയാങ്കിളാണ്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് ട്രയാങ്കിളാന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ റെക്റ്റാങ്കിൾ, 4 വരകൾ ചേർന്ന രൂപമാണ് റെക്റ്റാങ്കിൾ. ഇതൊരു റെക്റ്റാങ്കിളാണ്. അതുപോലെ ഈ ചെറുതൊക്കെ റെക്റ്റാങ്കിൾസ് ആണ്. ഇതൊക്കെ റെക്റ്റാങ്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളിതിൽ പഠിച്ചു വെക്കേണ്ടത് ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും സ്പെല്ലിങ്സ് പഠിച്ചു വെക്കണം. ഈ ഒരു വട്ടം ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് സർക്കിളാണ്. ട്രയാങ്കിളും റെക്റ്റാങ്കിളും തമ്മിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 3 വരകൾ, 3 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 3 വരകൾ കൂടിച്ചേർന്നതാണ് ട്രയാങ്കിൾ. അതിൻ്റെ സ്പെല്ലിങ്സ് നന്നായി പഠിച്ചു വയ്ക്കണം. അത് ഉപയോഗിച്ചിട്ടുള്ള കുറേ ചിത്രങ്ങൾ ഇതിലുണ്ട്. പൂക്കളുണ്ട്, അതുപോലെ ബിൽഡിങ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇവിടെ സൂര്യനെ പോലും ഈ ഒരു സർക്കിളും ട്രയാങ്കിളും ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പിക്ചേഴ്സൊക്കെ നന്നായി നോക്കി വയ്ക്കുക. ഈ ട്രയാങ്കിൾ, ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഷേപ്സ് എല്ലാവരും ഒന്ന് നോക്കിയേ. ഇതേതാ ഷേപ്പ്? ഇതൊരു റെക്റ്റാങ്കിളാണ്. ഇത് ഒരു ട്രയാങ്കിളും ഇതൊരു സർക്കിളുമാണ്. ഇതിന് 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളേഴ്സ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എണ്ണാനുള്ളത് എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട് ഈ ഒരു ഡെക്കറേഷൻസിൽ എന്നാണ്. അതിൽ ഗ്രീൻ കളറും റെഡ് കളറും കൊടുത്തത് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മാത്രം കൗണ്ട് ചെയ്താൽ പോരാ. എല്ലാ റെക്റ്റാങ്കിൾസും, എല്ലാ ട്രയാങ്കിൾസും, എല്ലാ സർക്കിൾസും നിങ്ങൾ കൗണ്ട് ചെയ്യണം. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈർക്കിൽ ബിറ്റ്സ്. നമ്മുടെ ഈർക്കിലെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സാധനം, റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിലെ കഷ്ണങ്ങൾ വേണം, ട്രയാങ്കിൾ ഉണ്ടാക്കാൻ എത്ര ഈർക്കിലെ കഷ്ണങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 6 ഈർക്കിലെ കഷ്ണങ്ങൾ തന്നാൽ അത് ഉപയോഗിച്ച് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാം? ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 ഈർക്കിൽ ബിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ 6 എണ്ണം ഉണ്ടെങ്കിലോ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാം. അതുപോലെ 8 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് 2 റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കാം. അതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട അടുത്ത കാര്യം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ 4 സ്റ്റിക്സ് ആണ് ആവശ്യം, 4 ഈർക്കിൽ ബിറ്റ്സ് ആണ് ആവശ്യം. അതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 ഈർക്കിൽ ബിറ്റ്സ് ആണ് ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 24 ഈർക്കിൽ ബിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 24 ഈർക്കിൽ ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 എണ്ണം, 2 എണ്ണം ഉണ്ടാക്കാൻ 6, 3 എണ്ണം ഉണ്ടാക്കാൻ 9, അങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് പാറ്റേൺസ് ആണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ട്രയാങ്കിളും. അടുത്തത് ഈ ട്രയാങ്കിൾ എവിടേക്ക് പോയി? നേരെ താഴത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. അടുത്തത് എവിടെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള പാറ്റേൺ, നമുക്ക് തന്നിട്ടുള്ളത് എത്ര എണ്ണം എവിടേക്കാണുള്ളത് എന്നുള്ളത് സൂക്ഷിച്ച് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു പാറ്റേൺ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ 1-2 പാറ്റേൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു റെക്റ്റാങ്കിളാണ് വന്നിട്ടുള്ളത്. അതിൽ എവിടെയാണ് ഒരു സർക്കിൾ വന്നിട്ടുള്ളത്? ഈ ഒരു കോർണറിലാണ് വന്നിട്ടുള്ളത്. അത് നേരെ ഈ കോർണറിലേക്ക് പോയി. അത് കഴിഞ്ഞ് താഴത്തേക്ക് വന്നു. അടുത്ത എവിടെ വരെ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ഒന്ന് ഗസ് ചെയ്യാൻ കഴിയുമോ? ഈ കോർണറിലാണ് വന്നിട്ടുള്ളത്. അടുത്ത നമുക്ക് നോക്കാം. ഒരു റെക്റ്റാങ്കിള്, അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. അത് നേരെ താഴത്തേക്ക് പോയി. അടുത്തത് റൈറ്റ് സൈഡിലേക്ക് വന്നു. അടുത്ത എവിടെ വരെ ഒന്ന് ഗസ് ചെയ്തേ. ഇതുപോലത്തെ പാറ്റേൺസ് 1-2 എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ഒരെണ്ണം വരച്ചു നോക്കാം. ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിള്. അടുത്തതോ ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഉള്ളിൽ 2 സർക്കിൾസ്. അടുത്ത ഒരു ട്രയാങ്കിള്, അതിൻ്റെ ഉള്ളിൽ 1, 2, 3 സർക്കിൾസ്. അടുത്തൊരു ട്രയാങ്കിളിൽ അപ്പോൾ എത്ര സർക്കിൾസ് ഉണ്ടാവും നോക്കാം. 1,
2 3 4 ഇങ്ങനെയൊക്കെ ആവാം പാറ്റേൺസ്. ഒരു പിക്ചർ ഒന്ന് നോക്കിയേ. ഇതിൽ കുറേ അധികം ഷേപ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള പിക്ചേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള പിക്ചേഴ്സിൻ്റെ പേര് എഴുതണം. ഒന്ന് സർക്കിൾ, അടുത്തതോ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഇതിൽ പലതരത്തിലുള്ള റെക്റ്റാങ്കിൾസ് ഉണ്ട്, പലതരത്തിലുള്ള സർക്കിൾസ് ഉണ്ട്, പലതരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൽ എത്രമാത്രം എണ്ണങ്ങൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ വൈറ്റ് ഇത് നിങ്ങൾ റെക്റ്റാങ്കിളായി കൂട്ടണം. അതുപോലെ ഈ ഒരു വൈറ്റും നിങ്ങൾ സർക്കിളായിട്ട് കൂട്ടണം. ഇത് എണ്ണുന്ന സമയത്ത് ഒരെണ്ണം പോലും, ഒരു ഷേപ്പ് പോലും മിസ്സാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പഠിച്ച ഷേപ്സ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള രൂപങ്ങൾ നിങ്ങൾ 1-2 എണ്ണം എന്തായാലും പഠിച്ചു വയ്ക്കണം. ഇതൊരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് മലയാളത്തിലാണെങ്കിൽ ത്രികോണം, ചതുരം, വൃത്തം. ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് എന്തായാലും പഠിച്ചു വയ്ക്കുക. അതുപോലെ ഷേപ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയണം. അതുപോലെ ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ പഠിച്ചു വയ്ക്കണം. ഈർക്കിൽ ബിറ്റ്സ് ഉപയോഗിച്ചിട്ട്, ഈർക്കിലെ കഷ്ണങ്ങളോ അതുപോലെ വടികളോ ഒക്കെ തന്നാൽ എത്ര എണ്ണം ആ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതുപോലെ പാറ്റേൺസ്, ഇതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്.